കൊല്ലം കടക്കലിൽ 10 കോടിയുടെ പാൻ മസാല പിടികൂടി. ബംഗളൂരിൽ നിന്ന് ലോറിയിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന പാൻ മസാലയാണ് പിടികൂടിയത്. പാൻ മസാലയോടൊപ്പം കവറിൽ പൊതിഞ്ഞ 1/2 കിലോയോളം കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ രാജ് കൊല്ലത്തും ചെയ്യുന്നു. അരുൺ, 10 കോടി എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ആണ്. ആർക്ക് വേണ്ടി, എവിടെ നിന്ന് എത്തിച്ചു, ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? വിവരങ്ങൾ. സുഹേൽ, അല്പസമയം മുമ്പാണ് കൊല്ലം കടക്കലിൽ 10 കോടി രൂപയുടെ പാൻ മസാല കൊല്ലം ഡാൻസ് ഓഫ് ടീമും അതുപോലെ തന്നെ കടക്കൽ പോലീസും ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ലോറിയിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു പാൻ മസാല എന്നതാണ് ഡാൻസ് ഓഫ് ടീമിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഡാൻസ് ഓഫ് ടീമിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഈ പാൻ മസാലയ്ക്കൊപ്പം കവറിൽ പൊതിഞ്ഞ 1/2 കിലോയോളം വരുന്ന കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരി സ്വദേശി ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ ആണ് ഇത് കണ്ടെത്തിയത്. ഇതിന്റെ ഡ്രൈവറും ഇയാളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് എവിടേക്ക് കൊണ്ടുവന്നതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരൂ. എന്തായാലും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫും അതുപോലെ തന്നെ കടക്കൽ പോലീസും ചേർന്നുള്ള സംയുക്ത പരിശോധനയിലാണ് കടക്കിൽ നിന്ന് ഈ പാൻ മസാല പിടികൂടിയത്. ഈ കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയാണ് എക്സൈസ് ഈ വാഹനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയധികം വരുന്ന രൂപയുടെ 10 കോടിക്കധികം വരുന്ന രൂപയുടെ ഈ പാൻ മസാലയും ലഹരി പദാർത്ഥങ്ങളും കണ്ടെത്തിയത്. വഴിതെറ്റാതെ ഇത്തരം വണ്ടികളൊക്കെ എങ്ങനെ കൃത്യമായി കേരളത്തിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവകരമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയം. 1 അല്ല 2 അല്ല 10 കോടിയുടെ പാൻ മസാലകളാണ് പിടികൂടിയിരിക്കുന്നത്.